അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇൻഷുറൻസ് എടുത്ത് വെച്ചു, ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം പേയ്മെന്റ് ചെയ്യുന്നു. ഒരു ആവശ്യം വരുന്ന സമയത്ത് പേയ്മെന്റ് കിട്ടുന്നില്ല. ആക്ച്വലി അതിന് മുമ്പ് അതുവരെ അടച്ച പൈസ മൊത്തം വേസ്റ്റ്. നേരെ തന്നെ നമ്മൾ ആ കംപ്ലൈൻറ്റുമായിട്ട് എവിടെ ചെല്ലും? ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ ചെല്ലും. അങ്ങനെ ഒരു ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് അവിടെ സ്വീകരിക്കുമോ? ഇല്ല. നമ്മളൊരു പക്ഷേ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടാവും, കുറുന്തോട്ടിക്കും വാദോ എന്നുള്ളത്. അതായത് ഒരു ആ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുന്നു, ആ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന കാര്യം തന്നെ നമുക്ക് പണി തരുന്ന ഒരവസ്ഥ. ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഗതിക്ക് ഇങ്ങനെ ഒരു ചീത്തപ്പേര് പലപ്പോഴും കേൾക്കാറുണ്ട്. അതായത് നമ്മൾ എന്തിനാ ഒരു ഇൻഷുറൻസ്, മെയിൻലി ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഒരു ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നത്. നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ടു ബി പർട്ടിക്കുലർ വരുന്ന സമയത്ത് ഇവര് നമുക്ക് വേണ്ടിയിട്ട് പേയ്മെന്റ് നടത്തും. പക്ഷേ ഇന്ന് ഇൻഷുറൻസ് എടുത്ത പല വ്യക്തികളുടെയും ദുരവസ്ഥ എന്ന് പറയുന്നത് ക്ലെയിം റിജക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇൻഷുറൻസ് എടുത്തു വെച്ചു, ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം അത് പേയ്മെന്റ് ചെയ്യുന്നു. ഒരു ആവശ്യം വരുന്ന സമയത്ത് പേയ്മെന്റ് കിട്ടുന്നില്ല. ആക്ച്വലി അതിന് മുമ്പ് അതുവരെ അടച്ച പൈസ മൊത്തം വേസ്റ്റ്. ഇതായിരിക്കും നമ്മളുടെ ഒരു ചിന്ത. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പോളിസി ശരിയായ സമയത്ത് നമുക്ക് സർവീസ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമ്മുടെ പോളിസി റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് അത് 100% ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ക്ലെയിം പാസ്സാകാനുള്ള ഏറ്റവും ഉത്തമമായതും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കസ്റ്റമേഴ്സിന് ഈ ഒരു ഫെസിലിറ്റിനെ കുറിച്ച് അറിയുക കൂടി ഉണ്ടാവില്ല. ഇനി അറിയുകയാണെങ്കിൽ തന്നെ ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, ഇതിന്റെ നൂലാമാരം എന്താണ്, ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് പല ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അറിവില്ലായ്മ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു പക്ഷേ കമ്പനികൾ ഇതിന് ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന സംഗതി എന്താണ്, അതുപോലെ തന്നെ നിങ്ങളൊരു പോളിസി ഹോൾഡർ ആണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അവിടെ ഒരു പക്ഷെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ സെയിൽസിനായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. സർവീസിനോ അല്ലെങ്കിൽ ഒരു ക്ലെയിം റിജക്ഷനോ ക്ലെയിം ഡിലേ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സപ്പോർട്ടും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കിട്ടുക ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊരു സാധാരണക്കാരാണെങ്കിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ വീഡിയോ ആണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ചോദ്യം ഇതാണ്, എന്താണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ? നമുക്കറിയാം, ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കരാറാണ്. അപ്പോൾ ആ കരാറിൽ പോളിസി കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും, പോളിസി എടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും, പോളിസി കൊടുത്തിരിക്കുന്ന ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ പോളിസി എടുത്തിരിക്കുന്ന വ്യക്തിയും പോളിസി കൊടുത്തിരിക്കുന്ന വ്യക്തിയും ഈ രണ്ടുപേര് തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾക്ക് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓംബുഡ്സ്മാൻ, പ്രത്യേകിച്ച് ഇൻഷുറൻസ് ഓംബുഡ്സ്മാന്റെ മെയിൻ ജോലി. ഇത് കൗൺസിൽ ഓഫ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ അഥവാ CIO എന്ന കൗൺസിലിന്റെ അണ്ടറിലാണ് നമ്മുടെ ഈ എല്ലാ ഓംബുഡ്സ്മാനുകളും വരുന്നത്. ഇന്ത്യയിൽ ആകെ മൊത്തം 11 ഓംബുഡ്സ്മാനുകളാണ് ഉള്ളത്. അതിൽ കേരളത്തിൽ നമുക്ക് എറണാകുളം ജില്ലയിലാണ് ഓംബുഡ്സ്മാൻ സ്ഥിതി ചെയ്തിരിക്കുന്നത്. ആ ഓംബുഡ്സ്മാന്റെ നിയമപരിധി എന്ന് പറയുന്നത് കേരളം മൊത്തം വരും, അതുപോലെ തന്നെ മാഹി, ലക്ഷദ്വീപ്. ഈ 3 സ്ഥലങ്ങളിലുള്ള വ്യക്തികളുടെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള തർക്ക പരിഹാരങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാന്റെ പ്രഥമമായ ഉത്തരവാദിത്തം. ഇനി അടുത്തൊരു ചോദ്യം, എന്തുകൊണ്ട് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ? ആക്ച്വലി ഇത് വളരെ എക്കണോമിക് ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൗൺസിലാണ്. അതായത് ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് എനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ജസ്റ്റ് ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് എനിക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് കേസെടുക്കും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ യാതൊരുവിധ ഫീസോ മറ്റു കാര്യങ്ങളോ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആവശ്യമേ ഉണ്ടാവില്ല. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്താനുള്ള ഒരു വിധമാണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എന്ന്. 3 തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് നമുക്കിവിടെ ഫയൽ ചെയ്യാൻ പറ്റും. ഒരു സംഗതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ക്ലെയിം റിജക്ഷൻ വരുന്നതാണ്. അത് നമുക്കൊരു ക്ലെയിമിന് കൊടുത്താൽ ക്ലെയിം കിട്ടിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിന് പരാതി കൊടുക്കാം. അടുത്ത സംഗതി എന്ന് പറയുന്നത്, നമുക്ക് ക്ലെയിം കിട്ടി പക്ഷെ ഫുൾ എമൗണ്ട് സെറ്റിൽ ആയിട്ടില്ല, പാർഷ്യൽ സെറ്റിൽമെന്റ് എന്ന് പറയും. അതിന്റെ ബാക്കി തുക കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കാം. ഒട്ടും ലോജിക്ക് ഇല്ലാതെ ഒരുപാട് പ്രീമിയം തുക ഈടാക്കിയെന്ന് കസ്റ്റമർക്ക് തോന്നുകയാണെങ്കിൽ അതിനെതിരെ വേണമെങ്കിൽ നമുക്ക് ഓംബുഡ്സ്മാനിന്റെ കംപ്ലൈന്റ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു സംഗതി എന്ന് പറയുന്നത് പോളിസി ടേംസിലുള്ള വ്യത്യാസങ്ങളാണ്. അതായത് പോളിസി ടേംസിലുള്ള കൺഫ്യൂഷൻസോ കറക്റ്റായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിയർ ആയിട്ട് പറയാതിരിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരമല്ലാതെ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിലും നമുക്ക് കമ്പനികൾക്കെതിരെ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ കംപ്ലൈന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ കംപ്ലൈൻറ്റ്സ് ഒന്നെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ പോളിസികളായിരിക്കണം, അല്ലെങ്കിൽ ഗ്രൂപ്പ് പോളിസി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ പോളിസി ആയിരിക്കണം, സ്ഥാപനത്തിന്റെ, അല്ലെങ്കിൽ ഒരു മൈക്രോ എന്റർപ്രൈസ് സ്ഥാപനങ്ങളായിരിക്കണം. ഇത്രയും കാറ്റഗറിയിലുള്ള ഇൻഷുറൻസ് കംപ്ലൈൻറ്റ്സ് മാത്രമേ നമുക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ.
അതിന് മുകളിലോട്ട് വരുന്ന വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഇൻഷുറൻസ് കംപ്ലയിൻസോ അല്ലെങ്കിൽ വലിയ അതായത് ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇൻഷുറൻസ് കംപ്ലയിൻസോ ഇതൊന്നും നമുക്ക് നിലവിലുള്ള ഓംബുഡ്സ്മാനിൽ ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള സമയത്ത് നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ ഇതിന് ചേഞ്ചസ് ഉണ്ടാവാം. ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സും വളരെ സിമ്പിളാണ്. അതായത് ഫസ്റ്റ് നമ്മളൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ ഈ കംപ്ലൈൻറ്റ് സ്വീകരിച്ചിട്ട് അവർ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഈ പറയുന്ന കംപ്ലൈൻറ്റിൻ്റെ ജുറിസ്ഡിക്ഷൻ ഇവരുടെ ഏരിയയിൽ വരുന്ന ജുറിസ്ഡിക്ഷനിലാണോ എന്നുള്ളത്. ആ ഒരു സംഗതി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഈ ഇൻഷുറൻസ് കമ്പനിയോട് ഇവരൊരു മീഡിയേഷൻ നടത്തും. അതായത് ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് എന്ന് പറയില്ലേ, അതാണ് ഇതിന്റെ ഫസ്റ്റ് നടപടി. അതിനുശേഷം കമ്പനി ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റിന് തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഓംബുഡ്സ്മാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിയറിംഗ് വിളിച്ചിട്ട് ഒരു ബൈൻഡിങ് ആയിട്ടുള്ള ഡിസിഷൻ അനൗൺസ് ചെയ്യും. ബൈൻഡിങ് ഉദ്ദേശിക്കുന്ന ഓംബുഡ്സ്മാൻ പറഞ്ഞിരിക്കുന്ന ഡിസിഷൻ ഈ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒരു 30 ദിവസം കാലയളവിനുള്ളിൽ ചെയ്തേ മതിയാവും. അതായത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് 100% എഫക്റ്റീവായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ഇതിൻ്റെ അടുത്ത പ്രോസസ്സ്, നമ്മളൊരു ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ എങ്ങനെ ഫയൽ ചെയ്യണം. പല ആളുകളും ചെയ്യുന്ന ഒരു അബദ്ധമുണ്ട്. അതായത് നമുക്കൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ തന്നെ നമ്മൾ ആ കംപ്ലൈൻറ്റുമായിട്ട് എവിടെ ചെല്ലും? ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ ചെല്ലും. അങ്ങനെ ഒരു ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് അവിടെ സ്വീകരിക്കുമോ? ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നതാണ്, നമ്മുടെ ഒരു ക്ലെയിം കൊടുത്തു, ആ ക്ലെയിമിൻ്റെ കമ്പനി ചോദിക്കുന്ന കുറേ ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ക്ലെയിം ക്യാഷ്ലെസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കമ്പനിക്ക് ഒരു ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലെയിം റിജക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ക്ലെയിം പാസ്സായിട്ടില്ല, ഇന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന ഡോക്യുമെന്റ് നമുക്ക് വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആ ഡോക്യുമെന്റ്സ് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യണം. കമ്പനിക്ക് സബ്മിറ്റ് ചെയ്തിട്ട് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റിനെ കുറിച്ച് യാതൊരു അപ്ഡേഷനും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ക്ലെയിം റിജക്ഷൻ ആണ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കമ്പനികൾക്കും ഒരു ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസർ GRO എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ GROയ്ക്ക് നമ്മൾ ആദ്യം മെയിൽ അയക്കണം. സാധാരണഗതിയിൽ അതിൻ്റെ മെയിൽ അഡ്രസ്സ് വരുന്നത് GRO@ ആ കമ്പനിയുടെ പേര് .com. ഇതായിരിക്കും അതിൻ്റെ ഒരു മെയിൽ ID വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കംപ്ലൈൻറ്റ് എന്താണോ ആ കംപ്ലൈൻറ്റ് വെച്ചിട്ട് നമ്മൾ GROയ്ക്ക് ഒരു മെയിൽ അയക്കണം. GROയ്ക്ക് മെയിൽ അയച്ചു കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് നിർബന്ധമായിട്ടും ആ കമ്പനി അതിനുള്ളൊരു മറുപടി നമുക്ക് തന്നിരിക്കണം. അത് എന്ത് തന്നെയായിരുന്നാലും, അത് നമ്മൾ ക്ലെയിം പാസ്സായെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ക്ലെയിം പാസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ, എന്ത് തന്നെയായിരുന്നാലും 30 ദിവസത്തിനുള്ളിലായിരിക്കണം നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുപടി ലഭിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ലഭിച്ച മറുപടി നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയില്ലെങ്കിൽ അതിൻ്റെ പ്രൂഫ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരിട്ട് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ ഈ കേസ് കൊണ്ട് ഫയൽ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ക്ലെയിം റിജക്ഷന് മാത്രമല്ല, ക്ലെയിം ഡിലേ വന്നാലും, അതായത് ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ കഴിഞ്ഞിട്ടും നമ്മുടെ ക്ലെയിംസ് അനാവശ്യമായിട്ട് വലിച്ചു നീട്ടുന്നത് പോലെ കസ്റ്റമർക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നമ്മൾ ഈ ഓംബുഡ്സ്മാനിലേക്ക് നമ്മുടെ കേസ് എലിജിബിലിറ്റി കയറുന്നതിന് നമ്മൾ ക്ലെയിം റിജക്ഷൻ വന്നിട്ട് 1 വർഷത്തിനുള്ളിലായിരിക്കണം നമ്മൾ ക്ലെയിമിൻ്റെ എന്ത് കൊടുക്കാൻ? കംപ്ലൈൻറ്റ് കൊടുക്കാൻ. 1 വർഷം ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓംബുഡ്സ്മാനിലേക്ക് ആയിരിക്കില്ല, കൺസ്യൂമർ കോർട്ടിലേക്കായിരിക്കും അതിൻ്റെ എൻട്രി പോകുക. കൺസ്യൂമർ കോർട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് എക്സ്പെൻസ് അവിടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ടൈം ഡിലേയും നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയി. അതായത് നമ്മൾ GROയിലേക്ക് ഒരു മെയിൽ അയക്കണം. അതായത് നമ്മുടെ കംപ്ലൈൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ GROയിലേക്ക് മെയിൽ അയക്കണം. അവിടെ നിന്ന് 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ അവിടെ നിന്ന് മറുപടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതിൻ്റെ പ്രൂഫ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിലേക്ക് ഫയൽ ചെയ്യണം. ഇനി ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ എങ്ങനെ ഫയൽ ചെയ്യാം? ഞാൻ പറഞ്ഞു, കേരളത്തിലെ ആകെയുള്ള ഒരേ ഒരു ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ഇവിടെ എറണാകുളം MG റോഡിലാണ്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ അഡ്രസ്സിലേക്ക് നിങ്ങൾ ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു വെള്ളക്കടലാസിൽ നിങ്ങളുടെ കംപ്ലൈൻറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് നിങ്ങൾ അയക്കുക. അതിൽ വലിയ ലാംഗ്വേജോ ലീഗൽ ടേംസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണമെന്നില്ല, ജസ്റ്റ് നിങ്ങളുടെ സാധാരണ ഭാഷയിൽ എഴുതി അയച്ചാൽ മതി. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യും. CIOINS.co.in ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ദെൻ ഇതിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക, OTP വെച്ച് ലോഗിൻ ആക്കാൻ പറ്റും. അതിനുശേഷം അതിൽ ഒരു കംപ്ലൈൻറ്റ് ലോഗിൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ട് കൃത്യമായിട്ട് അവിടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക. ഇനി ആർക്കെങ്കിലും ഒരു ഓൺലൈൻ വഴി ഓംബുഡ്സ്മാനിലേക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് നേരിട്ട് കാണിച്ചു തരണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിലേക്ക് എന്ത് ചെയ്യുന്നത്, കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന വിധം.
ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും മസ്റ്റായിട്ട് അതിലുണ്ടായിരിക്കും. അതായത് മെയിൽ ഐ ഡി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫോൺ നമ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ, ഫോൺ നമ്പറും മെയിൽ ഐ ഡി രണ്ടും നിർബന്ധമാണ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് റിപ്ലൈ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൂടെ അറ്റാച്ച് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിൽ ഒന്ന് ഓഫ് കോഴ്സ് നമ്മുടെ പോളിസി കോപ്പിയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ ഡിയും അഡ്രസ് പ്രൂഫും. ഓക്കെ, ദെൻ മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ക്ലെയിം റിജക്ഷൻ ലെറ്റർ. കമ്പനിയിൽ നിന്ന് ഏത് ക്ലെയിം റിജക്റ്റ് ആയാലും അതിൻ്റെ ഒരു റീസൺ പറഞ്ഞിട്ട് കമ്പനിയുടെ ഒരു ക്ലെയിം റിജക്ഷൻ ലെറ്റർ ഉണ്ടായിരിക്കും. അത് നമ്മൾ മസ്റ്റായിട്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അടുത്തത്, നമ്മൾ ഗ്രീവൻസിൽ ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് റിപ്ലൈ വന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്ലൈയുടെ കോപ്പി, റിപ്ലൈ വന്നിട്ടില്ലെങ്കിൽ ആ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്, ഒന്നെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന 5 സംഗതികൾ നിങ്ങൾ കൊടുക്കുന്ന കംപ്ലൈന്റിൽ മസ്റ്റായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കണം. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഓംബുഡ്സ്മാനിൽ നിന്നുള്ള റിപ്ലൈ വളരെ ഡിലേ ആവാനോ അല്ലെങ്കിൽ അത് നമ്മുടെ കേസ് തള്ളിപ്പോകാനോ സാധ്യത ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അല്ല മോട്ടോർ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലെയിം ഇഷ്യൂസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ പോളിസി കോപ്പി വെക്കണം. അതുപോലെ തന്നെ GD എൻട്രി വളരെ മസ്റ്റാണ്. GD എൻട്രി, പിന്നെ വണ്ടിയുടെ RC ബുക്ക്, നിങ്ങളുടെ ID പ്രൂഫ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളവിടെ കൊടുക്കണം. ഇനി അതല്ല, ഒരു ലൈഫ് കവറേജുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ലൈഫ് കവറേജ് സാധാരണഗതിയിൽ ഡെത്തിന് ശേഷമാണ് ഡിസ്പ്യൂട്ട് വരിക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോമിനി ആരാണോ അവർ ഈ മരിച്ചുപോയ വ്യക്തിയുടെ ID പ്രൂഫ്, അതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, പോളിസി കോപ്പി, ഇത്രയും കാര്യങ്ങളാണ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓംബുഡ്സ്മാൻ നിങ്ങളുടെ കേസ് കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആക്ച്വലി ഒരു കസ്റ്റമർ എന്ന രീതിയിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഓംബുഡ്സ്മാൻ എന്താണ് ചെയ്യുക? ഓംബുഡ്സ്മാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് പരിശോധിക്കും, നമ്മുടെ പോളിസി ഡോക്യുമെന്റ്സ് അവർ വിശദമായിട്ട് ചെക്ക് ചെയ്യും, ക്ലെയിമിന്റെ റിജക്ഷൻ ആ റീസൺ അവർ പരിശോധിക്കും. എന്നിട്ട് ഈ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് കമ്പനിയോട്, അതായത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്ത കമ്പനിയോട് ഓംബുഡ്സ്മാൻ ഒരു മീഡിയേഷൻ നടത്തും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ്. അപ്പോൾ മിക്കവാറും കേസുകളിൽ ഒരു 40% കേസുകൾ, 30 to 40% കേസുകൾ ഇന്ന് നടക്കുന്നുണ്ട്. ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് അവിടെ സെറ്റിൽമെന്റ് ചെയ്ത് പോവാറുണ്ട്. ഇനി ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഹിയറിംഗ് ആണ്. ഹിയറിംഗ് നോർമലി സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് പോകേണ്ട ആവശ്യങ്ങളില്ല. മിക്കവാറും ഒരു വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും ഹിയറിംഗ് വെക്കുക. അപ്പോൾ കസ്റ്റമർക്ക് അത് ഹിയറിംഗ് അനൗൺസ് ചെയ്തിട്ടുള്ള ഡേറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷനോ മെയിൽ മുഖേനോ മിക്കവാറും മെയിൽ മുഖേനയായിരിക്കും അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ആ വീഡിയോ കോളിൽ നമ്മൾ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മളുണ്ടായിരിക്കും, ഓംബുഡ്സ്മാൻ്റെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മൾ ഏത് കമ്പനിയിൽ നിന്നാണ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ആ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പ്രതിനിധിയും അവിടെ ഉണ്ടായിരിക്കും. ഈ 2 കൂട്ടരോട് ഓംബുഡ്സ്മാൻ്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ 2 കൂട്ടരുടെ പറയാനുള്ള മറുപടികളും കൃത്യമായിട്ട് കേട്ട് അവർ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തതിന് ശേഷം ഓംബുഡ്സ്മാൻ്റെ വിധി അവർ പറയും. ഈ ഓംബുഡ്സ്മാന്റെ വിധിക്ക് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതൊരു ബൈൻഡിങ് ഡിസിഷൻ ആയിരിക്കും. അതായത് ഓംബുഡ്സ്മാൻ എന്ത് വിധിയാണോ വിധിക്കുന്നത് അത് ഇൻഷുറൻസ് കമ്പനി മസ്റ്റായിട്ട് ചെയ്തു കൊള്ളണം. അതിന് യാതൊരുവിധ എക്സ്ക്യൂസും ഇല്ല. അവർക്ക് 30 ദിവസത്തെ ടൈം ഫ്രെയിം ഉണ്ട്. ആ 30 ദിവസത്തെ ടൈം ഫ്രെയിമിനുള്ളിൽ അവർ എന്ത് ചെയ്തിരിക്കണം, ഈ ഓംബുഡ്സ്മാൻ പറഞ്ഞിരിക്കുന്ന സെറ്റിൽമെന്റ് എത്രയാണ് ആ സെറ്റിൽമെന്റ് 100% കസ്റ്റമർക്ക് കൊടുത്തിരിക്കും. അപ്പോൾ ഓംബുഡ്സ്മാൻ അനൗൺസ് ചെയ്തിട്ടുള്ള സെറ്റിൽമെന്റ് 30 ദിവസത്തിനുള്ളിൽ ഈ കമ്പനി ടേക്കപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓംബുഡ്സ്മാൻ ആയിരിക്കും പിന്നെ ടേക്കപ്പ് ചെയ്യുക. അത് കമ്പനിക്ക് വലിയൊരു പണി കിട്ടുന്ന കേസാണ്. അപ്പോൾ സാധാരണ ഇതിൽ അങ്ങനത്തെ ഉള്ള ഒരു ഇഷ്യൂസ് പലപ്പോഴും വരാറില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ കസ്റ്റമർക്ക് ഓംബുഡ്സ്മാനിൽ തന്റെ കേസ് തള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നേരെ CDRC അതായത് കൺസ്യൂമർ കോർട്ടിലേക്ക് ഈ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചില ആളുകൾക്ക് ഇനി സംശയം ഉണ്ടാകും, കൺസ്യൂമർ കോർട്ടിലും ഓംബുഡ്സ്മാനിലും ഒരേപോലെ ഫയൽ ചെയ്യണോ എന്നുള്ളത്. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന ഓംബുഡ്സ്മാനിലേക്ക് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിന്ന് ഇപ്പോൾ എറണാകുളത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓംബുഡ്സ്മാനിൽ ഫയൽ ചെയ്തിട്ടുള്ള ഹിയറിംഗ് വരെ എത്തിയിട്ടുള്ള കേസുകളിൽ 70% കേസുകളിലും കസ്റ്റമർക്ക് അനുകൂലമായിട്ടാണ് വിധികൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഏറ്റവും ആദ്യം ഓംബുഡ്സ്മാനിലേക്ക് അപ്രോച്ച് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്കൊരു സെറ്റിൽമെൻറ്റ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓംബുഡ്സ്മാൻ മുഖേന മാത്രമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇൻഷുറൻസ് ഹോൾഡർ എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ എവിടെ നിന്ന് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്താണെങ്കിലും, ഞാൻ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഇൻഷുറൻസോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഷുറൻസോ ചെറിയ സ്ഥാപനങ്ങളുടെ ഇൻഷുറൻസോ എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. കാരണം പല ആളുകളുടെയും അറിവില്ലായ്മയാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്. എവിടെ ഈ കംപ്ലയിൻറ്റ്സ് കൊടുക്കണം എന്ന് അറിയാത്ത പല കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അത് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിലേക്ക് കേസുകൾക്ക് ടേക്കപ്പ് ചെയ്യാനുള്ള സപ്പോർട്ട് അടക്കം നിങ്ങൾക്ക് അവിടെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക,
മനസ്സിലാക്കുക, തേർഡ് പാർട്ടി സപ്പോർട്ട് എടുക്കുമ്പോൾ അവിടെ ഫീസ് നിങ്ങൾക്ക് അപ്ലൈഡ് ആയിരിക്കും. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കൺസൾട്ടേഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള പോലെ ഒരു ഇൻഷുറൻസ് ഓംബുഡ്സ്മാനിൽ ഓൺലൈൻ വഴി ക്ലെയിം എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ഈ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താല്പര്യമുള്ളവർ, കാരണം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോകൾ കൂടുതൽ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് തരികയാണെങ്കിൽ നമുക്കതൊരു മോട്ടിവേഷനാണ്. താങ്ക് യു.